ജില്ലാ കമ്മിറ്റി നിന്ന് ഒഴിവാക്കിയ ഒരു സാഹചര്യം സമ്മേളനത്തിൽ ഉണ്ടായി. താങ്കൾ ഇതിൽ ഇറങ്ങിപ്പോവുകയും ചെയ്തു സമ്മേളനത്തിൽ നിന്നും. എന്താണ് ഇതിനെ പ്രേരിപ്പിച്ചത്? എന്താണ്? അല്ല, അതിൻ്റെ അകത്ത് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. സാഹചര്യം എന്ന് വെച്ചാൽ പാർട്ടിയുടെ 10 തൊട്ട് 13 വരെയുള്ള സമ്മേളനത്തിൽ അതിൽ ഫുൾ ടൈം ഇരുന്നൊരു ഒരാളാണ്. പക്ഷെ ഇപ്പോൾ നിയമസഭയുടെ ഒരു അംഗം എന്ന നിലയിൽ നമ്മുടെ മണ്ഡലത്തിൽ ചില വിഷയങ്ങളുണ്ടായപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുണ്ട്, അതിനിറങ്ങിയതാണ് ലാസ്റ്റ്. അല്ലാണ്ട് ഇറങ്ങിപ്പോയിട്ട് ആവശ്യമില്ല. കാരണം ഈ വിഷയങ്ങളൊക്കെ മുമ്പ് തന്നെ പാർട്ടിയുടെ അകത്ത് ചർച്ച ചെയ്യപ്പെട്ടതാണ്. വേറെ ഇപ്പോൾ ചർച്ചേൻ്റെ അകത്ത് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പത്രത്തിൽ ന്യൂസ് വന്നിട്ടുണ്ട്. വേറെ വ്യത്യാസമായി പറയേണ്ട ഒരു കാര്യമില്ല എൻ്റെ അകത്ത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറി നിൽക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്, അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടാനായിട്ട്? നെറ്റ് പറയാനുള്ള ഞാൻ ഇപ്പോൾ നിങ്ങൾ ഇരിക്കല പറയേണ്ടായി. അതിപ്പോൾ ഇത് വെച്ചിട്ടല്ലേ പറഞ്ഞത്. അതിൻ്റെ അകത്ത് എൻ്റെ ഫസ്റ്റ് PA എടുത്തൊരു സമീപനം നമ്മളറിയാതെ ഒരുപാട് ലെറ്റർ പാഡ് ഉപയോഗിച്ചു. ലെറ്റർ പാഡ് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന് രേഖകളുണ്ട്. രേഖകൾ വെച്ചാൽ നിയമസഭയിലായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോൾ കൂടെ നിയമസഭയുടെ ഇതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ സഭയിൽ കയറുമ്പോൾ എന്നെ സഹായിക്കേണ്ടത് PA ആണ്. അത് സർക്കാർ ജോലിയുള്ള PA ആണ് അതിൻ്റെ ഫസ്റ്റ് വരുന്നത്. ആ PA നമ്മളെ സഹായിക്കാതെ തന്നെ വന്നു എന്ന ഒരു രേഖയുണ്ടാക്കി എൻ്റെ ഒപ്പിട്ട് സഭയിൽ കൊടുത്ത് അനുകൂലങ്ങൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിവരാവകാശ നോട്ടീസ് ഇപ്പോൾ സഭയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടിയായിട്ട് അത് പരിഹരിക്കണം എന്ന് എന്നോട് ഇതിൻ്റെ ചുമതല വഹിക്കുന്ന പേരൊന്നും ഞാൻ പറഞ്ഞില്ല, ഒക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അതിൽ പരിഹരിക്കണം എന്ന് പറയേണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സത്യവിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ കൂടെ നിൽക്കാൻ പറ്റില്ല. കളവ് ചെയ്തവൻ കളവനെ കണക്കാക്കി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു. ഇനി വരികയാണെങ്കിൽ പാർട്ടിയൊക്കെ ഇത് ആലോചിച്ച് ചർച്ച ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വാക്കാലാണ്. പക്ഷേ രേഖ കൊടുക്കുന്നതാണ് നമ്മുടെ സഭയുടെ സെക്രട്ടറി നമ്മളെ അറിയിച്ചിട്ടുള്ളൂ. രേഖ കൊടുത്തെങ്കിലാണ് പ്രശ്നം പരിഹരിക്കപ്പെടുള്ളൂ. ഈ കളവ് ചെയ്ത് PA പാർട്ടി സംരക്ഷിക്കുന്നു എന്നുള്ളതാണോ താങ്കൾ? അങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായി. പക്ഷെ അതിൻ്റെ പരിഹാരം കാണണ്ടേ? ആ പരിഹാരം കാണാനുള്ള ഒരു ആവശ്യമായ നടപടികൾ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നില്ല. നമ്മുടെ ഭാഗത്തുനിന്നല്ല, നമ്മുടെ ഭാഗത്ത്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള എന്ത് നടപടിയും നമ്മൾ സ്വീകരിക്കാൻ കാര്യമായിട്ട് ചെയ്യാം എന്ന് നമ്മൾ പാർട്ടിയെ അറിയിച്ചിരുന്നു. അത് സംസ്ഥാന സെക്രട്ടറിനെ അറിയിച്ചിരുന്നു. അതുപോലെ ജില്ലയുടെ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റിയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അതിന് ശാശ്വതമായൊരു പരിഹാരം ലഭിക്കുക എന്നുള്ളത് ഉണ്ടായിട്ടില്ല. അതിനോട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം. എന്തുകൊണ്ടാണ് പാർട്ടി MLA-ക്കാട്ടിലും മുകളിൽ പാർട്ടി MLA-യുടെ PA-ക്ക് വേണ്ടി നിൽക്കുന്നത്? അത് അതിനെക്കുറിച്ച് നമ്മൾക്ക് പറയേണ്ടത് നിങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും. അത് പാർട്ടി ഒരു നിലപാട് എടുക്കുമ്പോൾ ആ നിലപാടിൻ്റെ അകത്ത് വ്യത്യസ്തമായി പറയാനുള്ള അധികാരം എനിക്കില്ല. പാർട്ടി ലീഡറാണ് ഞാൻ. അപ്പം നിലയിൽ തന്നെ നമ്മളെന്ന് വെച്ചാൽ ഈ രംഗത്ത് വളരെ ചെറുപ്പം മുതൽ തന്നെ പാർട്ടി രംഗത്ത് സജീവമായി നിൽക്കുന്ന ആളാണ്. വേറെ വരുമാനം നോക്കിയിട്ടൊന്നുമല്ല. എൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ അകത്തുള്ള എൻ്റെ ഒരു സാഹചര്യങ്ങൾ, എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ പാർട്ടി രംഗത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതുവരെ ഒരു സഹായം ലഭിച്ചിട്ടല്ല. കർഷകത്തൊഴിലാളി, അതുപോലെ ചുമട്ടുതൊഴിലാളി, ആ മേഖലയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അതികൂടെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ വേറെ ഇതിൽ പണ്ടൊക്കെ കാരണന്മാർ പറഞ്ഞ പോലെ ഓട് പൊളിച്ചിറങ്ങിയതല്ല. സംഘടന വർക്ക് നിരന്തരമായി നടത്തി വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ നവകേരള സദസ്സിലുണ്ടായ ഒരു വിഷയം, അത് എന്താണ്, അതിന് ശേഷം എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അതായത് അവിടെ കുറച്ച് വിഷയങ്ങൾ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഇവിടെ നടന്നത്. അല്ല, നവകേരള സദസ്സുമായി ബന്ധ സർക്കാരിൻ്റെ ഓർഡർ പ്രകാരമുള്ള മുഖ്യമന്ത്രി വരുന്ന പരിപാടിയായിരുന്നു. ആ പരിപാടി ഒരു ഓർഡർ ഉണ്ട് ഇതൊക്കെ ചെയ്യണം എന്നുള്ളത്. അത് പ്രകാരം നമ്മൾ നവകേരള സദസ്സുമായി ബന്ധപ്പെടുത്തിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെ അകത്ത് ഈ പറയുന്ന DSP വന്നിട്ട് ഇതൊന്നും ശരിയല്ല എന്ന് വന്നിട്ട് വലിയ തർക്കങ്ങൾ ഉണ്ടാക്കി അവിടെ. അപ്പോൾ അത് ശരിയല്ല, ഇതൊക്കെ സർക്കാർ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പോലും ആ DSP നല്ല സമീപനമല്ല സ്വീകരിച്ചത്. ആളൊരു ധിക്കാരപരമായ സമീപനമാണ് കിട്ടിയത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന PA-നെ വളരെ മോശമായി ഇതിലെ സമയം. അപ്പോൾ അതിനെ നമ്മൾ ധിക്കരിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേറെ രീതിയിലുള്ള ധിക്കാരമായ സമീപനമൊന്നും ഉണ്ടായിട്ടില്ല. പോലീസിനെതിരെ പറഞ്ഞതിന് ശേഷമാണോ ഫണ്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പിന്നെ സംസാരങ്ങളോ അല്ലെങ്കിൽ അല്ല, ഫണ്ടിൻ്റെ ഈ നവകേരള സദസ്സിന് ഫണ്ട് അനുവദിച്ചത് ഇപ്പോഴാണ്. അപ്പോൾ സർക്കാരാണെങ്കിൽ ഇപ്പോൾ എല്ലാ MLA-മാർക്ക് 7 കോടി രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് തന്നത്. പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൽ നിന്ന് സഹായമൊന്നുമില്ല. നമ്മൾ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത സഹായം കൊണ്ടാണ് നമ്മൾ കേരള പരിപാടി നമ്മൾ നടത്തിയത്. അങ്ങനെയല്ലെന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തിന് ചിലർ അതിന് ന്യായീകരിച്ച ചില വർത്തമാനങ്ങൾ പറഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളതുകൊണ്ട് വളരെ ഭംഗിയായി നമുക്ക് മുഖ്യമന്ത്രിയുടെ പരിപാടി ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പോലീസിനെ താങ്കൾ ആ വേദി സഹകരിച്ചിരുന്നല്ലോ, അതിനുശേഷമാണ് ഇത്തരം ദുരനുഭവങ്ങൾ ഒരുപാട്? അങ്ങനെ ഒരു സഹകരിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ സാധനം പൊളിക്കരുത്, ഏറ്റവും നന്നായി നടക്കേണ്ട ഒരു പരിപാടിയാണ്,
പോലീസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ ഞങ്ങളുടെ ആൾക്കാർ ഇവിടെ ചെയ്തോട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതൊക്കെ ചെയ്തോളൂ അവരോട് പറഞ്ഞു. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒത്തുതീർപ്പ് വെച്ചാൽ അദ്ദേഹം പലരും എൻ്റെ അടുത്ത് പറയേണ്ടത് തീർക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സത്യസന്ധമായ കാര്യം റിപ്പോർട്ട് വരുന്ന പക്ഷം പോലീസും എൻ്റെ അടുത്ത് വന്നിരുന്നു, എൻ്റെ മൊഴിയൊക്കെ എടുത്തിരുന്നു. അപ്പോൾ അത് പ്രകാരം ഈ പ്രശ്നം പരിഹരിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. ഞാൻ അതൊക്കെ നിയമപരമായ രീതിയിൽ നമ്മളെ മോശമായി സമീപിക്കേണ്ട ഒരു നടപടി എടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇത് വരാത്ത സാഹചര്യം വന്നപ്പോൾ സ്പീക്കർക്ക് പരാതി കൊടുത്തു. പാർട്ടിയോട് പരാതി പറയുന്നതോ അല്ലെങ്കിൽ നേതാക്കളോട് ഈ അനുഭവങ്ങൾ പറയുന്നതോ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു കാരണമാണ് യഥാർത്ഥത്തിൽ. അല്ല, സംഗതി ഇപ്പോൾ അവരുദ്ദേശിക്കുന്നത് എനിക്ക് തോന്നിയത് അവർ പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലയെന്ന് സംശയം അവർക്ക് നിലനിൽക്കുന്നു. എനിക്ക് സംശയം പറയാം, അല്ലാതെ വേറെ ഒന്നും അങ്ങനെ അത് പറയേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ഇന്ന് തുടങ്ങിയതല്ലോ, വളരെ കാലമായി ഞാൻ ഈ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ളവർ അവർ ഒഴിവാക്കുന്ന പറയുമ്പോൾ ഞാൻ പരിശോധിച്ചിട്ട് പറയാം, കുറച്ച് സമയം വൈകിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും അവർ പാർട്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പോകുമ്പോൾ നമുക്കൊരു സംശയം കിടക്കാൻ, കാരണം വെച്ചാൽ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി ഇതിൻ്റെ അകത്തില്ല. നമ്മൾ പരിശോധിച്ച് പാർട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലങ്ങളായി ഉള്ള ഒരു പാർട്ടി പ്രവർത്തനമാണല്ലോ. അപ്പൊ അതിനുശേഷം ഇപ്പൊ ജില്ലാ കമ്മിറ്റിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് പെട്ടെന്നായി ഒഴിവാക്കുമ്പോ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന് എന്താണ് കാരണം എന്നുള്ളത് പാർട്ടി പറഞ്ഞിട്ടില്ല. ടാർഗറ്റ് ചെയ്ത് പറ്റിയതാണോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ടാർഗറ്റ് അങ്ങനെ ഒരു പാർട്ടി അങ്ങനെ ഒരു ടാർഗറ്റ് തന്നെ ചെയ്യേണ്ട കാര്യമില്ല. പാർട്ടി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ. പക്ഷെ ചില സമയക്കുറവുകൾ ചിലവർക്ക് ചിലപ്പോൾ വ്യക്തിപരമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കും ഉണ്ടാവാം. ഇപ്പൊ ഞാനെന്നും MLA ആയിരിക്കണം എന്നില്ലല്ലോ, വേറെ ആളെ കൊണ്ടുവരാമല്ലോ. താങ്കൾ നന്നായിട്ട് അറിയുന്ന VS സുനിൽകുമാർ അതുപോലെ രാജേട്ടനൊക്കെ ഞാൻ ഒരാളും പേര് കൂട്ടി അതൊക്കെ പാർട്ടിയുടെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി അത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ഒരു വിഷയം MLA എന്നല്ല, വീട് ജപ്തിയാണ്. ജപ്തി വാങ്ങിച്ചാൽ നമുക്കുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ജപ്തി എങ്ങനെ പരിഹരിക്കുന്നതാണ് ഇപ്പോഴത്തെ മനസ്സിലുള്ള വിചാരം, വേറെ ഒന്നുമല്ല. ഈ സമ്മേളനത്തിൽ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് പലവിധ കമ്മിറ്റികളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്, അങ്ങനെയാണോ? അങ്ങനെ ഒരു സംശയം നിലനിൽക്കായില്ല. അതൊക്കെ പാർട്ടി സത്യസന്ധമായി പരിശോധിച്ച് ആവശ്യമായ നടപടികൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നുവെച്ചാൽ നമ്മുടെ ഇന്നലെ മുതൽ നമ്മുടെ പ്രസ്ഥാനത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. അപ്പോൾ ആ നിലയിലുള്ള സമീപനം പരിശോധിച്ച് സത്യസന്ധമായി മറ്റുള്ള പാർട്ടികളും വ്യത്യസ്തമായി എന്നെ സംബന്ധിച്ചോളം എൻ്റെ പാർട്ടി ഏറ്റവും നല്ല പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ആശയങ്ങൾ മനസ്സിലുള്ളത് കൊണ്ട് സത്യസന്ധമായ കാര്യത്തിലേക്ക് പാർട്ടി അത് പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും എന്നാണ് ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഇന്നലെ പത്രക്കാരനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് സംഭവിച്ചാലും എൻ്റെ പാർട്ടിയുടെ കൂടെ നിൽക്കും. ആ മരണം വരെയാണ് നമ്മുടെ സമീപനം, അല്ലാതെ വേറെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഒരു സ്ഥലത്തും പോകാനോ ഇടപെടാനോ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ഈ മണ്ഡലത്തിലുള്ള എൻ്റെ പാർട്ടിയുടെ ചില അഭിപ്രായ വ്യത്യാസം ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടിക്കാരും വളരെ സന്തോഷകരമായ അനുഭവമാണ് ഈ മണ്ഡലത്തിലുള്ളത്. ഒരാളും ഇതുവരെ ഞാൻ ഇന്നത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഒരാളും ഇതുവരെ ചെയ്താൽ, അതുകൊണ്ട് വളരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വളരെ സന്തോഷകരമായ അനുഭവമാണ് നാട്ടിൽ നിന്ന് ഗവൺമെൻറ് ഉള്ളതുകൊണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാലോ, നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. ആ പ്രതിസന്ധിക്ക് ഒന്നും വകവയ്ക്കാത്ത രീതിയിലുള്ള നല്ല ഉയർന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. അപ്പോൾ നിങ്ങൾ പരിശോധിക്കേണ്ട ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരോട് ചോദിക്കണം, എല്ലാ പാർട്ടിക്കാരോടും ചോദിക്കുക. രാഷ്ട്രീയത്തിന് അതീതമായി പ്രതിപക്ഷമായും ഭരണപക്ഷമായാലൊക്കെ നോക്കി ചോദിച്ചാൽ അവർ പറയും ഈ നാട്യ മണ്ഡലത്തിന്റെ വികസനത്തെ സംബന്ധിച്ചുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തെ സംബന്ധിച്ച്. ആ കട 2 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. അപ്പോൾ വീട്ടിൽ അത് ഈ കാറ് പണിപ്പട വെച്ചിട്ട് ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടല്ലോ, ആ സാമ്പത്തിക പ്രതിസന്ധിയുമായി നമുക്ക് അടയ്ക്കാൻ കഴിയുന്നില്ല. അപ്പം അതിൻ്റെ പ്രതിസന്ധി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ MLA ആയതുകൊണ്ട് ജപ്തി ചെയ്യാത്ത എനിക്ക് തോന്നുന്നു. MLA സ്ഥാനം കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ തൊട്ട് ജപ്തി വരാൻ സാധ്യതയുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും നമ്മളിതൊക്കെ ഉണ്ടായിട്ട് പോലും ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രസ്ഥാനത്തിന് വിശ്വസിക്കുന്നത് കൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രസ്ഥാനത്തിൻ്റെ കൂറുള്ള ആളാണ്. അപ്പോൾ ആ കൂറ് പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആലോചിക്കും. ഇപ്പം മനസ്സിലുള്ളത് ഇതൊന്നല്ല, അല്ല സാധനം കിട്ടിയില്ല, എക്സിക്യൂട്ടീവ് പോലെ ഒഴിവാക്കിയൊന്നുമല്ല വിഷയം. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിന് വീട് ജപ്തിയാണ്. ആ ജപ്തി പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾക്ക് ഇനി എന്ത് ചെയ്യണം, ഇനി ഇത് വിൽക്കണോ, അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഉയർന്നു വന്ന സാഹചര്യങ്ങളാണ്. ഇതൊരു 5.25 സെന്റ് ഭൂമിയാണ്. ഒറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, കോൺഗ്രസ് ചർച്ച നടത്തിയെന്നും കോൺഗ്രസിൽ ചേരാനുള്ള നീക്കങ്ങൾ നടക്കുന്നൊക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചില ആരോപണങ്ങളായിട്ടല്ലേ? അതൊന്നും ആർക്കും എൻ്റെ അടുത്ത് വരാൻ ധൈര്യമില്ല, തുറക്കില്ല കാര്യത്തിൽ. ഏത് പാർട്ടിയായാലും എൻ്റെ അടുത്ത് വരാൻ അവർക്ക് പേടിയാണ്. കാരണം വെച്ചാൽ നമ്മൾ വളരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാനെ കുറിച്ച്.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത ഇപ്പോൾ CPM ആയാലും CPI ആയാലും അതുപോലെ തന്നെ കോൺഗ്രസ് ആയാലും BJP ആയാലും ഒരാൾക്കും നമ്മൾ തടസ്സം ഉണ്ടാക്കിയിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ MLA ഓഫീസിൽ വരാം, വീട്ടിലേക്ക് വരാം. എല്ലാവരും പറയുന്ന കാര്യങ്ങളിൽ ഒരു തടസ്സമില്ലാതെ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇനി അതിലെന്തെങ്കിലും മാനസിക തകരാറ് ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സ്ഥാനമല്ല വിഷയം, ഇപ്പോൾ ജീവിതമാണ് വിഷയം. ജീവിതമാണ് പ്രയാസം. ആ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലാണ്ട് രാഷ്ട്രീയ രംഗത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മരിക്കോളം പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് അത് മുന്നോട്ട് പോകും. അതിൽ യാതൊരു തടസ്സവും നമുക്ക് വരാൻ പോകുന്നില്ല. ഞാനൊരാളെ എൻ്റെ പാർട്ടിയെ കുറിച്ച് കുറ്റം പറയുന്നത് പാർട്ടി സംബന്ധിച്ചുള്ള ആശയപരമായ കൊണ്ട് ഈ രാജ്യത്ത് വെച്ച് ഏറ്റവും നല്ലൊരു പാർട്ടി എന്ന ആശയം മറ്റപ്പെട്ടതാണ്. അപ്പോൾ അത് പരിഹരിക്കുന്ന ആവശ്യമായ രീതിയിലേക്ക് പാർട്ടി കൂടെ നിന്നുകൊണ്ട് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുന്ന ആവശ്യം നാടുകളിൽ നമ്മുടെ ഉയർന്ന പാർട്ടി ലീഡർഷിപ്പ് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി നടപ്പിലാക്കും എന്നാണ് എൻ്റെ ഇപ്പോഴുള്ള മനസ്സിലുള്ള ഏറ്റവും വലിയ പ്രതീക്ഷ. നീതി കിട്ടുമോ? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ സംബന്ധിച്ച് ഞാൻ പഴയ കാലത്ത് അനുഭവത്താണ്ട് ഒരു 45-50 വർഷമായി. അപ്പോൾ ഏത് വെച്ചാൽ നമുക്ക് പാർട്ടീനെ കുറിച്ച് ഒരുവിധം തൊട്ട് സെറ്റ് വരെ എല്ലാവരെ കുറിച്ച് എനിക്കറിയാം. പക്ഷെ ഓരോ സാഹചര്യം വരുമ്പോഴാണ് നമ്മുടെ അനുഭവം വിളിച്ച് പറയാൻ പറ്റുക. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ഇപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ ഈ നിലപാട് അപ്പോൾ സംഭവിച്ചു വരുമ്പോൾ വിമർശനം വന്നപ്പോൾ അവർ നടപടി സ്വീകരിച്ചു. അതിപ്പോൾ ഒരു സംഘടനയുടെ ഒരു ഭാഗമായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ സംഘടനയെ കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നേതാക്കന്മാരെയും കുറിച്ച് ചോദിച്ചു. അപ്പം ഈ ചർച്ചകളൊക്കെ കയറി വരുന്ന സമയത്ത് നമ്മൾ പറയേണ്ട സമയങ്ങളിലൊക്കെ പറയാൻ അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ പിന്നെയും വരുമല്ലോ. ഇപ്പോൾ അതുകൊണ്ട് തീരുന്നില്ലല്ലോ. ഒരു സ്ഥാനാപത മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും അങ്ങനെ വേറെ ഒന്നുമില്ല. ഓക്കെ.